എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരെയും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നൊരു റീഡിങ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ, അതായത് ഇപ്പോഴത്തെ യഥാർത്ഥ വികാരങ്ങൾ എന്താണ്, അതായത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ യൂസിങ് സിംഗിൾ കാർഡ്. ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ വികാരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന ഒരു പൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ പൈല്, ഇത് രണ്ടാമത്തെ പൈൽ, ഇത് മൂന്നാമത്തെ പൈൽ. നിങ്ങൾക്കിതിൽ ഏത് പൈലിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്പർ കണക്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ കാർഡായിട്ട് വെക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ കാർഡായിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലേത് പൈലിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിതിൻ്റെ ഈ ഒരു ബുദ്ധാസാണ് വെച്ചിരിക്കുന്നത്, 3 ബുദ്ധാസിനെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പൈല്, ഇത് രണ്ടാമത്തെ പൈൽ, ഇത് തേർഡ് പൈൽ, ലാസ്റ്റ് പൈലാണ്. തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ, ഇത് തേർഡ് പൈൽ. അപ്പം നോക്കാം, ഒന്നാമത്തെ കാർഡ് എടുത്ത വ്യക്തിയുടെ നിലവിലത്തെ വികാരങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ് എടുത്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ ഒരു വ്യക്തിയുടെ വികാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നിലവിൽ ചില കാര്യങ്ങളിൽ അവ്യക്തതയോ അല്ലെങ്കിൽ ചെറിയ ഭയമോ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു ബന്ധത്തെ പറ്റി അവർക്ക് ചെറിയൊരു ഭയമൊക്കെ ഉള്ളതായിട്ട് കാണുന്നതായിട്ടാണ് ഈ ഒരു ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്കായിട്ട് പറയുന്നത്. അതുപോലെ നിങ്ങളോട് തുറന്നു പറയാത്ത ചില വികാരങ്ങൾ അവർ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങളിൽ അവരൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. എങ്കിലും നിങ്ങളുമായിട്ടൊരു ആഴത്തിലുള്ളൊരു സോൾ കണക്ഷൻ ഉള്ളതായിട്ടാണ് അവർ ഈ ഒരു ഇതിൽ ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അവരനുഭവിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. വൈകാരികമായ ഒരു ഒളിച്ചുകളി അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാവാമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവരവരുടെ യഥാർത്ഥ ഫീലിങ്സ് പ്രകടിപ്പിക്കാത്തൊരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു ആശയക്കുഴപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്കൊരു അവ്യക്തത നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽക്കുന്നതായിട്ട് ഈ ഒന്നാമത്തെ പൈലെടുത്തവരുടെ റീഡിങ് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി ഒരു ആശയക്കുഴപ്പത്തിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ളൊരു ആഴത്തിൽ ഉള്ള ബന്ധമാണെന്നാണ് അവർ കൂടുതലും മനസ്സിലാക്കുന്നത്. അതായത് ഇതൊരു സോൾ കണക്ഷനാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവരങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഒരു സോൾ കണക്ഷനാണെന്ന്. എങ്കിലും അവരവരുടെ യഥാർത്ഥ ഫീലിങ്സ് മറച്ചു വെക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി രണ്ടാമത്തെ പൈൽ എടുത്ത് നോക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താണ് രണ്ടാമത്തെ പൈൽ പറയുന്നത് നോക്കാം. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പഴയ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ കഴിഞ്ഞുപോയ നല്ല നിമിഷങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളുമായിട്ട് കഴിഞ്ഞുപോയ പഴയ കാലത്ത് നിങ്ങളുമായിട്ടുണ്ടായ ഓർമ്മകളിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ കഴിഞ്ഞുപോയ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹം വളരെ നിഷ്കളങ്കമാണ്. അവർക്ക് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു മുൻവിധി ഇല്ലാതെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളാണ് വേണ്ടപ്പെട്ടവർ. തീർച്ചയായിട്ടും ഇതൊരു നൊസ്റ്റാൾജിയ കാർഡും കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലവറാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടൊരു പിണക്കത്തിലാണെങ്കിൽ എന്താണ്, അതിൽ നിന്നൊക്കെ മാറി പഴയതുപോലെ ഒന്നാകാനും ആ പഴയ സന്തോഷം തിരികെ കൊണ്ടുവരാനും അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു പിണക്കമുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പിണക്കമൊക്കെ മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരാനും അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെ അത് പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങൾ അവരുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആണെന്നാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കമൊക്കെ മാറ്റി വെച്ച് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുമായിട്ട് ആ ഒരു പഴയ സന്തോഷം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ രണ്ടാമത്തെ പൈലെടുത്തവർക്ക് മനസ്സിലാകുന്നത്. ലാസ്റ്റ് പൈലെടുത്തവർക്ക് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പങ്കാളി നിലവിൽ അതീവ സന്തോഷവാനാണെന്നാണ് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്.
നിങ്ങളുമായുള്ള ബന്ധത്തിൽ അവർ വളരെയധികം സംതൃപ്തരാണ്. അതുപോലെ എന്താണ്, നിങ്ങളുടെ സാമീപ്യം അവർക്ക് വലിയൊരു ഊർജം നൽകുന്നതായിട്ട് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വരുന്നത്. നിങ്ങളെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അവരവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്. പ്രണയവും സന്തോഷവും നിറഞ്ഞൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. അവർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പിണക്കത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്, ഒരു ഫോർച്യൂണായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്, പ്രണയവും സന്തോഷവും നിറഞ്ഞൊരു പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി കലഹമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു പിണക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ വീണ്ടും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നത്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസ് ആണ് മനസ്സിലായത്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലായ ഹരേ കൃഷ്ണ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും പുതിയ വ്യത്യസ്തമായ റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ലൈഫിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 3 റീഡിങ്ങും ഈ ഒന്നാമത്തെ റീഡിങ്ങും രണ്ടാമത്തെ റീഡിങ്ങും മൂന്നാമത്തെ റീഡിങ്ങും തമ്മിൽ കണക്ഷനുണ്ട്. അതായത് ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക, ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കും നെഗറ്റീവായിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ മാത്രം കാണുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.